നമ്മളുടെ ധർമ്മത്തിനെതിരെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, അവരെക്കുറിച്ച് മറുനാടൻ എന്ന ചാനലിൽ, ഓൺലൈൻ ചാനലിൽ വന്ന ഒരു ടൈറ്റില് 9100 പേര് കണ്ടു. അതില് മലക്കം മറിയലിന്റെ ഉസ്താദുമാരായി അച്ഛനും മകനും, മലക്കം മറിയലിന്റെ ഉസ്താദുമാരായി അച്ഛനും മകനും എന്നാണ് ടൈറ്റില്. പൊതുജനം ഇതിനെ എങ്ങനെ കാണുന്നു എന്നൊന്ന് നോക്കണ്ടേ? ഞാൻ മുകളറ്റം മുതൽക്ക് ചുവടറ്റം വരെ ജസ്റ്റ് എഴുതിയിരിക്കുന്നത് വായിക്കാം. ശ്രീകാന്ത കൃഷ്ണമൂർത്തി: ഇനിയും ജാതി വേണോ, ഹിന്ദു ധർമ്മം വേണോ എന്ന് തീരുമാനിക്കുക. ജാതി മതിയെങ്കിൽ മതില് പണിയുക, CPM-ന് വോട്ട് ചെയ്യുക, കുലദ്രോഹികളായ നേതാക്കന്മാരുടെ അടിമകളായി കഴിയുക. ഇവരെയൊക്കെ ഇനിയും പിന്തുണയ്ക്കുന്ന നാണം കെട്ട കുറെ ജനങ്ങൾ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഹിന്ദുക്കൾക്ക് കഷ്ടകാലം തന്നെയാണ്. അടുത്തത് ഹിമ എന്ന് പറഞ്ഞ ശ്രീകാന്ത് കൃഷ്ണമൂർത്തി: തമിഴ്നാട്ടിലെ പോലെ ജാതി ഡിഗ്രി എഴുതുന്നത് നിരോധിച്ചാൽ താങ്കൾ പറയുന്നത് പോലെ കാലക്രമേണ എല്ലാം ശരിയാവും. ജാതി എഴുതുന്നത് നിരോധിച്ചാൽ കാലക്രമേണ എല്ലാം ശരിയാകും. അടുത്തത് മുരളി: അച്ഛൻ്റെയും മകൻ്റെയും വോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഒരു തരത്തിൽ ദേഷ്യം കൊണ്ടാണ് ഈ കമന്റ് പറയുന്നത്. ഇതുമാതിരിയുള്ള ഡാഷ് അച്ഛനും മകനും വെറുക്കപ്പെട്ട ജന്മങ്ങൾ. ചെമ്പരത്തി പൂവ് ചെവിയിൽ വെച്ച് തെക്ക് വടക്ക് ഓടുന്ന കാലം വിദൂരമല്ല. ഇതൊക്കെ വസ്തുതകളല്ല, പക്ഷെ വികാരം കൊണ്ട് പറയുകയാണ്. വിവാഹ കാര്യം ആലോചിക്കുമ്പോൾ വനിതാ മതിലിൽ പങ്കെടുക്കുന്നവരുമായി ബന്ധം സ്ഥാപിക്കാൻ വിശ്വാസികൾക്ക് താല്പര്യമുണ്ടാവില്ല. കാരണം ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ അവനവന്റെ ജാതിയിലുള്ളവരെയാണ് വിവാഹം കഴിക്കുക. ഈ നേതാക്കന്മാർ മുഴുവനും നോക്കുക, EMS ഉൾപ്പെടെ തൻ്റെ മകനെയും മകളെയും എല്ലാം വിവാഹം കഴിച്ചു കൊടുത്തത് നമ്പൂതിരിമാർക്കാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവിടെ മതിലും ഇല്ല, ഭ്രാന്താലയവുമില്ല, ഒന്നുമില്ല. ഡാഷിന് പിറക്കാത്തവർ ഹാരി ജെയിംസ്, അടുത്തത് സായി കൃഷ്ണ, ശ്യാം കൃഷ്ണ: കേരളം ഭ്രാന്താലയമാക്കരുത്. മതിലിനിറങ്ങുന്നവരോട് പറയാൻ അതേ ഉള്ളൂ. പക്ഷെ മതിലുണ്ടാക്കുന്നത് ഭ്രാന്താലയമാക്കാതിരിക്കാനാണെന്ന. ഇപ്പൊ കേരളം ഭ്രാന്താലയമാണോ? ഭ്രാന്താലയമായിരുന്നെങ്കിൽ നിങ്ങളെ അധികാരത്തിലേറ്റുമായിരുന്നോ? ഇപ്പൊ കേരളത്തിന് ഇപ്പൊ എവിടെയാ ഭ്രാന്താലയം ഉള്ളത്? ഇല്ലാത്ത പലതും ഉണ്ടെന്ന് വരുത്തി തീർത്ത് ഇതൊന്നും, ഈ മതിലൊന്നും ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ല, മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികളെ കൊണ്ട് മതിലിന് വേണ്ടി പോസ്റ്റർ എഴുതിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുക്കൾക്കകത്തുള്ളവരെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക. മൈക്ക് സ്റ്റിൽ വേ: നൗ വി വിൽ ഹാവ് ടു സപ്പോർട്ട് BJP. നിവൃത്തിയില്ല എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടായിരിക്കാം പറഞ്ഞത്. സെബാസ്റ്റ്യൻ ദേവസ്യ: നല്ല തേപ്പ് പണിക്കാരന് ഞാനും എൻ്റെ മോനും എന്ന് തെളിയിച്ച് കഴിഞ്ഞു നടേശൻ ഗുരു. നല്ല തേപ്പ് പണിക്കാരാണ് ഞാനും എൻ്റെ മോനും എന്ന് തെളിയിച്ചു കഴിഞ്ഞു നടേശൻ ഗുരു. സെബാസ്റ്റ്യൻ ദേവസ്യ ആണ് അത് എഴുതിയിരിക്കുന്നത്. സ്മാർട്ട് ഈപ്പൻ: അപ്പനും മോനും SNDP സമുദായത്തെ വിറ്റ് കള്ളനും പോലീസും കളിക്കുന്ന സമുദായങ്ങൾ തിരിച്ചറിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് നോക്കുക, ക്രിസ്ത്യനാണ് അദ്ദേഹം. ചിത്തരഞ്ജൻ: സ്വന്തം കാര്യ സിന്ദാബാദ് എന്ന കുമിളയുടെ നയം പൊതുജനം എന്ന് തിരിച്ചറിയുമോ ആവോ. പൊതുജനം എന്ന് തിരിച്ചറിയുമോ ആവോ. ഹാരി റയോറത്ത്: ഇതാണ് ഡാഷിന് പിറക്കണം എന്ന് പറയുന്നത്. അച്ഛന് പറ്റിയ മകൻ. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, മുതലാളിയുടെ ഏറാൻ മൂളികളല്ല യോഗം മെമ്പേഴ്സ്. ഇത് കാലം മാറി, എല്ലാവർക്കും സ്വന്തം വിശ്വാസവും കാഴ്ചപ്പാടുമുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. അല്ലാതെ മുതലാളി പറയുന്ന മാത്രം കേൾക്കാൻ ഇന്ന് അണികൾ ഉണ്ടാവില്ല. ശംഖു ഡാം: പ്രവർത്തകർ വഴിയാധാരമാകില്ല, അയ്യപ്പ ധർമ്മം രക്ഷിക്കാൻ അവരുണ്ടാവും. ഹ്യൂറക്സ് വോയിസ്: ഇവന്മാരെ SNDP-യിൽ നിന്ന് തന്നെ ഓടിക്കണം. ഈഴവർക്ക് തന്നെ നാണക്കേടാണ് ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് തന്നെ പൊട്ടന്മാരാണ്. കാരണം ബാർ തുറന്നു കൊടുക്കുന്നതിനുള്ള നന്ദിയാണ് ഇപ്പോൾ ഓടി CPM-ന് അടുത്തേക്ക് പോകുന്നത്.
കള്ള് കച്ചവടമാണല്ലോ പണി, പിന്നെയും കുറേ ഉണ്ട്. അത് വായിച്ചാൽ വളരെ ലോ സ്റ്റാൻഡേർഡാണ്. സത്യദേവൻ, താങ്ക്സ്, പ്ലീസ് ഡോണ്ട് സപ്പോർട്ട് ദം അറ്റ് എനി കോസ്റ്റ്. ഇത് നമ്മൾ എഴുതിയതിനല്ല, മറുനാടൻ്റെ ഒരു കമന്റിന് തുടർച്ചയായിട്ട് ഞാൻ വായിക്കുകയാണ്. ഞാൻ അതിന് ഇടയ്ക്കുള്ളത് ചകഞ്ഞ് മാറ്റിയിട്ടല്ല വായിക്കുക. അടുത്തത് മോസ്റ്റ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺസ്, പില്ലറ്റ് 007. ഇവന്മാർക്ക് ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിന്നൂടെ? ചുമ്മാ മനുഷ്യനെ കളിയാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. സുമോദ് ജോൺസൺ, യെസ്, പലതന്തയ്ക്ക് പിറന്ന ക്യാരക്ടർ ആണല്ലോ. പിന്നെ കുറേ ഉണ്ട്, അച്ഛൻ്റെയും മകൻ്റെയും, അത് വേറെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അനീഷ് കുമാർ, എല്ലാ SNDP-കാരും കാണണം ഈ അടിക്കര മുഹയ്യ അച്ഛനായും മകനായും എല്ലാം പ്രവർത്തിക്കുന്നത്. ഗുണ്ട ശശി, അങ്ങേര് തന്നെ അങ്ങേരുടെ പേര് എഴുതിയിരിക്കുന്ന ഗുണ്ട ശശി എന്നാ. ഓന്തിന് കുഞ്ഞ് ഓന്ത് തന്നെ, ഇവനൊക്കെ നാണവും മാനവും ഇല്ല. മറുനാടൻ്റെ കമന്റിന് കൊടുത്തിരിക്കുന്ന കമന്റുകളാണ്, 470 കമന്റുകളാണ്. അടുത്ത ഷിജിത്ത്, കേസുകളെല്ലാം എഴുതി തള്ളുമല്ലോ, പിന്നെന്താ? തോപ്പിൽ കണ്ണൻ, മലയാളം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നുണ്ട്, വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ബിജു, ഓന്ത് ഡാഷിൻ്റെ മോനല്ലേ, നമുക്കതല്ലേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അടുത്തത് പട്ടിയുടെയും മകൻ്റെയും വോട്ട് മാത്രം കിട്ടും, കേസുകളിൽ നിന്നെല്ലാം ഊരി കൊടുക്കുന്നതിൻ്റെ നന്ദി കാണിക്കണ്ടേ? അച്ഛനും മകനും തല്ലാൻ ആണായി പിറന്ന ആരുമില്ലേ SNDP സംഘടനയിൽ? അച്ഛനെയും മകനെയും തല്ലാൻ ആണായി പിറന്ന ആരുമില്ലേ? അടുത്തത് വിക്രം വി, അപ്പോൾ സമ്പത്ത് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമായിരിക്കും. മതിൽ പണിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വെള്ളാപ്പള്ളിയെ അകത്താക്കും. ഇവനൊക്കെ പോയി ചത്തൂടെ? പിന്നെ ഡാഷ് കുറേ ഉണ്ട്. കോൺഗ്രസിന് 20-20 കിട്ടും. ഇതുമാതിരിയുള്ളതിനൊക്കെ വലിച്ചകത്തേക്ക് കയറ്റിയാൽ മുഴുവനും നോക്കുക. ഒരു സിംഗിൾ മൈക്കേൽ ജോസഫ്, ഡിവോട്ടീസ് വേഴ്സസ് കമ്മ്യൂണിസ്റ്റ്. അടുത്ത ശബരിമല ശാന്തിയാകാൻ യോഗ്യത മലയാള ബ്രാഹ്മണന് മാത്രം, അതും ഒരു വിശ്വാസം. ബ്രാഹ്മണനായി ജനിക്കുവാനുള്ള ടെക്നിക്ക് കൂടി ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കണം. ജനനവും ഒരു യോഗ്യതയോ? ആർക്ക് വേണമെങ്കിലും ബ്രാഹ്മണനാവാം, പഠിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന്. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വെള്ളായണി ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഒന്ന് വന്ന് നോക്കുക. അതുപോലെ പാപ്പനംകോട്ട്, രണ്ടും അടുത്തടുത്താണ്. പട്ടാരത്തെ ഭഗവതി ക്ഷേത്രത്തിൽ വന്ന് നോക്കുക. കുറേ ഉള്ളത്, ഞാൻ കുറച്ച് വായിച്ചെന്നേ ഉള്ളൂ. ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചു തോന്നുന്നു, ഒരു സിംഗിൾ വ്യക്തി പോലും. ഇന്നലെ മാതൃഭൂമി ചാനലിൽ ഈ ഒരു മാക്രിയോ പോക്രിയോ എന്ന് പറഞ്ഞിട്ട് വക്രദൃഷ്ടി എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഇവർ രണ്ടുപേരുടെയും ഈ ഡിസ്കഷൻ മുഴുവനും വളരെ വിചിത്രമായിട്ട് കാർട്ടൂൺ കാണിക്കുന്ന പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഞാൻ പറഞ്ഞത്, ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കാൻ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ഒരു ഹൈന്ദവ ഉജ്ജ്വല സംഘടനയെ വളർത്തിയെടുത്ത് ഉച്ചിവെച്ച കൈകൊണ്ട് ഉദകക്രിയ നടത്തുക. ഉച്ചിവെച്ച കൈ എന്ന് വെച്ചാൽ ഉപനയനം നടത്തിയ കൈകൊണ്ട് തന്നെ ഉദകക്രിയ നടത്തുന്ന ലെവലിലേക്ക് എത്തി. ഇന്ന് ഓൺലൈൻ ചാനലുകളിൽ വളരെയധികം ഡിസ്കഷനുകൾ വന്നിരിക്കുന്നത് SNDP പിളർപ്പിലേക്കോ എന്നായിരുന്നു. അതുകൂടി ഒന്ന് അറിയണം നമ്മൾ. നല്ല ഉജ്ജ്വലമായൊരു സംഘടനയിൽ പലരും പറയുന്നുണ്ടായിരുന്നു. ഒന്ന്, SNDPയുടെ വീക്ഷണം എന്തായാലും ഞങ്ങൾ മകൻ്റെ കൂടെയാണ്. അയ്യപ്പ ജ്യോതിയും അതുപോലെ തന്നെ നാമസങ്കീർത്തനവും നടക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി എല്ലാത്തിലും പങ്കെടുത്തിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മാറി. അന്ന് അദ്ദേഹം മകൻ്റെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞവർ ഇന്ന് എവിടെ പോകും? അതാണ്, അനുയായികൾ എങ്ങോട്ട് പോകും? ഏതായാലും ഇന്ന് പണ്ടത്തെ മാതിരി നേതാവിൻ്റെ ദാസ്യപ്പണി ചെയ്യാനൊന്നും ആരെയും കിട്ടില്ല. നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ളവർ കേരളത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.